നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൊവ്വന്നൂരിൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച യുവാവിന്റെ അറസ്റ്റ്. കണ്ടെടുത്തത് ആയിരക്കണക്കിന് ചിത്രങ്ങൾ. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. $9 ലക്ഷത്തിലധികം തട്ടിപ്പ് നടത്തിയ പ്രധാന പ്രതികളെ ഗോവയിൽ നിന്നും പിടികൂടി വിയ്യൂർ പോലീസ്. അറസ്റ്റിലായത് ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ സ്വദേശി സജു വർഗീസ്, കുന്നംകുളം കീഴൂർ സ്വദേശി നവീൻ സജു, വേലൂർ വെങ്ങിലശ്ശേരി സ്വദേശി നാരായണൻ നമ്പൂതിരി എന്നിവർ. സ്കൂൾ വിട്ട സൈക്കിളിൽ വീട്ടിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിക്ക് നേരെ തെരുവ് നായയുടെ പരാക്രമം. സൈക്കിളിൽ നിന്നും വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. കടിക്കാട് ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഷെറിനാണ് കൈക്ക് പരിക്കേറ്റത്. അപൂർവ കുളവെട്ടിമരങ്ങളുടെ വനം ഇനി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലും. പന്നിശ്ശേരി ഉജാല സഹ്യാദ്രിയിൽ ഒരുക്കുന്ന കുളവെട്ടിത്തോട്ടത്തിൽ തൈനടിയിലും ജീവ ജീനിയസ് പുരസ്കാര സമർപ്പണവും നടന്നു. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന മോഷണം. ഒരാൾ പിടിയിൽ. മലപ്പുറം കല്ലൂർമ തലേക്കര വീട്ടിൽ അഭിജിത്താണ് പിടിയിലായത്. വിശദമായ വാർത്തയിലേക്ക്. ചൊവ്വന്നൂരിൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച യുവാവിന്റെ അറസ്റ്റ്. കണ്ടെടുത്തത് ആയിരക്കണക്കിന് ചിത്രങ്ങൾ. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. പ്രദേശത്തെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല ദൃശ്യങ്ങളാക്കി പണം വാങ്ങി പ്രചരിപ്പിച്ച സംഭവത്തിൽ ചൊവ്വന്നൂർ സ്വദേശിയായ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വന്നൂർ സ്വദേശിയായ 25 വയസ്സുള്ള അനന്തുവാണ് IT ആക്ട് പ്രകാരമുള്ള കേസിൽ പിടിയിലായത്. പരാതിക്കാരിയായ യുവതിയുടെ മോർഫ് ചെയ്ത ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്ത് വിവരം യുവതിയെ അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകി. ഇതിനിടെ സംശയം തോന്നിയ നാട്ടുകാർ യുവാവിനെ തടഞ്ഞു നിർത്തി ഫോൺ പരിശോധിച്ചപ്പോഴാണ് നടക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. പ്രതിയുടെ ഫോണിൽ നിന്ന് 40ഓളം കുടുംബങ്ങളിലെ 70ഓളം സ്ത്രീകളുടെ മോർഫ് ചെയ്ത ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് കണ്ടെത്തിയത്. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. സംഭവത്തിൽ കൂടുതൽ പരാതികൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പ്രതിക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SR സനീഷ് കുമാർ അറിയിച്ചു. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. $9 ലക്ഷത്തിലധികം തട്ടിപ്പ് നടത്തിയ പ്രധാന പ്രതികളെ ഗോവയിൽ നിന്നും പിടികൂടി വിയ്യൂർ പോലീസ്. 95 ഗ്രാം സ്വർണം ടേക്ക് ഓവർ ചെയ്യാനെന്ന വ്യാജേന വിയ്യൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും $9 ലക്ഷത്തിലധികം തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രധാന പ്രതികളായ ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ സ്വദേശിയായ മേക്കാട്ടുകുളം വീട്ടിൽ സജു വർഗീസ്, കുന്നംകുളം കീഴൂർ സ്വദേശിയായ മേക്കാട്ടുകുളം വീട്ടിൽ നവീൻ സജു, വേലൂർ വെങ്ങിലശ്ശേരി സ്വദേശി വൈകുണ്ഠം വീട്ടിൽ നാരായണൻ നമ്പൂതിരി എന്നിവരെയാണ് വിയ്യൂർ പോലീസ് ഗോവയിൽ നിന്നും പിടികൂടിയത്. കേസിലേക്ക് മലപ്പുറം വണ്ടൂർ 28 സ്വദേശിയായ കുന്നുമ്മൽ വീട്ടിൽ K അനൂപ് എന്നിവരെയും ജാമ്യം ലഭിച്ച മറ്റു 3 പ്രതികളെയും നാട്ടിൽ നിന്നും പിടികൂടിയിരുന്നു. മെയ് 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒളിവിൽ പോയ പ്രതികളെ പിന്നീട് ഗോവയിൽ നിന്നും അതിവിദഗ്ധമായി പിടികൂടുകയായിരുന്നു. വിയ്യൂർ ഇൻസ്പെക്ടർ മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ SI-മാരായ സന്തോഷ്, ശ്രീജിൻ, വിനോജ് കുമാർ, ASI-മാരായ സുനിൽകുമാർ, ശ്രീകുമാർ, CPO-മാരായ ജോഷി, വിമൽ, ജോൺസൺ, ടോമി, സുഭാഷ്, ഭദ്രൻ, കൃഷ്ണപ്രസാദ്, മനേക്, നിഷി എന്നിവരാണ് ഉണ്ടായിരുന്നത്. ശോചനീയാവസ്ഥയിലുള്ള വടക്കേക്കാട് കല്ലൂർ 74 നമ്പർ അങ്കണവാടി സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് മാറ്റി. ഷീറ്റും ചട്ടക്കൂടും തകർന്നതിനാൽ മഴ പെയ്യുമ്പോൾ ചോരുന്ന സ്ഥിതിയുണ്ടായിരുന്ന അങ്കണവാടിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ നൽകിയ വാർത്തയെ തുടർന്നാണ് താൽക്കാലിക നടപടി. നിലവിലെ അങ്കണവാടിക്ക് അല്പം മാറി കല്ലൂർ അണ്ടിക്കോട്ടിൽ ഷക്കീറിന്റെ വീട്ടിലാണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത്. ഇന്നലെ 2 കുട്ടികൾ മാത്രമാണ് ഇവിടെ എത്തിയത്. ഇവർക്കുള്ള ഭക്ഷണം വീട്ടിലെ അടുക്കളയിലാണ് പാചകം ചെയ്യുന്നത്. വീട്ടിലെ ശുചിമുറി തന്നെയാണ് ഇവർക്കും നൽകിയിട്ടുള്ളത്. അടുത്ത ശനിയാഴ്ച വേറെ കെട്ടിടത്തിലേക്ക് മാറാമെന്ന ഉറപ്പിലാണ് വീട്ടിൽ അങ്കണവാടിക്ക് ഇടം നൽകിയിട്ടുള്ളത്. വേറെ കെട്ടിടം അന്വേഷിക്കുന്നുണ്ടെങ്കിലും വലിയ തുക അഡ്വാൻസും വാടകയും ചോദിക്കുന്നതിനാൽ ഈ നീക്കം പ്രാവർത്തികമായില്ല. പരമാവധി 2000 രൂപയാണ് വകുപ്പിൽ നിന്നും അനുവദിക്കുക. പ്രോഗ്രാം കോർഡിനേറ്ററും ശിശുക്ഷേമ വകുപ്പ് ICDS സൂപ്പർവൈസർ എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്.
സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കെട്ടിടത്തിന് ഭീഷണിയായതിനെ തുടർന്നാണ് അങ്കണവാടിക്ക് ഫിറ്റ്നസ് ലഭിക്കാതിരുന്നത്. ഒരു തെങ്ങ് മുറിച്ചെങ്കിലും രണ്ടാമത്തെ തെങ്ങ് വെട്ടാൻ ഉടമയ്ക്ക് സമ്മതമല്ല. വീട്ടാവശ്യത്തിനുള്ള നാളികേരത്തിന് ആകെ 2 തെങ്ങ് മാത്രമേ ഉള്ളൂ എന്നാണ് ഉടമയുടെ പക്ഷം. ഷീറ്റ് മേഞ്ഞ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്നു. അങ്കണവാടിക്ക് കിണറോ ശുദ്ധജല സ്രോതസ്സോ ഇല്ല. അയൽവീട്ടിലെ കിണറാണ് ആശ്രയം. അങ്കണവാടിയിലേക്ക് കൃത്യം വഴിയില്ലാത്തതും സംരക്ഷണ ഭിത്തി പോലും ഇല്ലാത്ത സമീപത്തെ വലിയ കുളം എന്നിവയും ചർച്ചയാണ്. അതേസമയം കെട്ടിട നവീകരണത്തിന് 7.52 ലക്ഷം ചെലവിട്ടതിൽ ക്രമക്കേട് ആരോപിച്ച് പൊതുപ്രവർത്തകൻ KP അഖിൽ മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകി. സ്കൂൾ വിട്ട് സൈക്കിളിൽ വീട്ടിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിക്ക് നേരെ തെരുവുനായുടെ പരാക്രമം. സൈക്കിളിൽ നിന്നും വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. പുന്നിയൂർക്കുളം കടിക്കാട് ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഷീറിനാണ് കൈക്ക് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് കടിക്കാട് പൊതുമരാമത്ത് റോഡിലാണ് സംഭവം. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം വ്യാപകമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് യുവാവ് പിടിയിലായി. മലപ്പുറം കല്ലൂർമ തലേക്കര വീട്ടിൽ അഭിജിത്താണ് പോലീസ് പിടിയിലായത്. പള്ളി കോമ്പൗണ്ടിലുള്ള മുൻ വികാരി ഫാദർ PP സൈമൺ അച്ഛന്റെ കല്ലറയിലെ ഓട്ടുവിളക്കും പള്ളിയുടെ നടുമുറി കുരിശുപള്ളിക്ക് മുൻവശത്തെ തൂക്കുവിളക്കുമാണ് മോഷണം പോയത്. കഴിഞ്ഞ ജൂൺ 12-ാം തീയതി പുലർച്ചെ 3 മണിയോടെയാണ് മോഷണം നടന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പള്ളി അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മോഷണത്തിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ബൈക്കിലെത്തിയ 2 പേരിൽ ഹെൽമറ്റ് ധരിച്ച ഒരാൾ പള്ളി ഗേറ്റ് ചാടിക്കടന്ന് വിളക്കുകൾ എടുത്തുകൊണ്ടുപോകുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളത്ത് പാടത്ത് മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിൽ അറവു മാലിന്യം കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം പഴുന്നാന കാണിപ്പയ്യൂർ പാടത്ത് പശുവിനെ അറുത്ത ശേഷമുള്ള മാലിന്യങ്ങൾ മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തി. ഇന്നലെ മുതൽ ഈ പ്രദേശത്തു നിന്ന് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നു രാവിലെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പാടത്തെ ആളൊഴിഞ്ഞ ഭാഗത്തുള്ള മരത്തിൽ മാലിന്യം കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ ഉടൻ പഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. തുടർന്ന് പഞ്ചായത്ത് ജീവനക്കാർ മരത്തിൽ കെട്ടിത്തൂക്കിയിരുന്ന മാലിന്യം അഴിച്ചുമാറ്റി ശാസ്ത്രീയമായി സംസ്കരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിവരമറിയിച്ചതനുസരിച്ച് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സുബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്തുന്നതിനായി പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ അനധികൃത അറവുശാലകൾക്കെതിരെ നടപടികൾ ശക്തമാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് അറിയിച്ചു. പെട്രോളിൽ കൃത്രിമമെന്ന് ആക്ഷേപം. പുന്നിയൂർക്കുളം പെരിയമ്പലത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് കീഴിലുള്ള സീഷെൽ പമ്പ് താൽക്കാലികമായി അടച്ചുപൂട്ടി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് സംഭവം. അകലാട് സ്വദേശി സിദ്ദിഖിന്റെ ഉടമസ്ഥതയിലുള്ള ഷെവർലെറ്റ് സ്പാർക്ക് കാറിലാണ് പെട്രോൾ അടിച്ചത്. തുടർന്ന് വാഹനം പോകുന്നതിനിടെ പുക വന്നതിനെ തുടർന്ന് സംശയം തോന്നിയ സിദ്ദിഖ് തിരിച്ചു പമ്പിലെത്തിയ ശേഷം കാര്യം ധരിപ്പിച്ചെങ്കിലും തൃപ്തികരമല്ലാത്ത മറുപടിയാണ് പമ്പുകാരിൽ നിന്നും ലഭിച്ചതെന്ന് പറയുന്നു. തുടർന്നുണ്ടായ ബഹളത്തെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി പെട്രോളിന്റെ സാമ്പിൾ എടുത്തപ്പോൾ അതിൽ വെള്ളത്തിന്റെ അംശം കണ്ടതായി പറയുന്നു. ഇതോടെ പമ്പ് താൽക്കാലികമായി അടച്ചിടാനും കാറിന്റെ നാശനഷ്ടം പരിഹരിക്കാനും പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം കോവിലൻ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ കലാലയ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതലത്തിൽ ഏർപ്പെടുത്തിയ കോവിലൻ കലാലയ കഥാ പുരസ്കാരം പ്രഖ്യാപിച്ചു. കേരള സർവകലാശാല മലയാളം വിഭാഗത്തിലെ 1ാം വർഷ MA വിദ്യാർത്ഥിയായ J. ആദർശിനാണ് പുരസ്കാരം. സർവകലാശാലകളിലെയും വിവിധ കലാലയങ്ങളിലെയും കഥാരംഗത്തെ പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത്. 3333 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം കോവിലന്റെ ജന്മദിനമായ ജൂലൈ 9 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം കോവിലൻ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ വെച്ച് കാലിക്കറ്റ് സർവകലാശാല മലയാള പഠന വിഭാഗം പ്രൊഫസർ ഡോക്ടർ RVM ദിവാകരൻ സമ്മാനിക്കുമെന്ന് ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PP സന്തോഷ്, മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ റീന AM, കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ MS ശ്രീകല, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. പ്രശസ്ത കഥാകാരന്മാരായ മോബിൻ മോഹൻ, ശ്രീകണ്ഠൻ കരിക്കകം എന്നിവരാണ് പുരസ്കാരം നിർണയിച്ചത്. ആദർശ് J. എഴുതിയ കിനാക്കടൽ എന്ന കഥയിൽ പുതിയ കാലത്തിന്റെ ഭാഷയും പ്രമേയവും ആഖ്യാന പരീക്ഷണവും പ്രകടമാണെന്ന് ജൂറി വിലയിരുത്തി.
പുന്നൂർകുളം ആൽത്തറയിൽ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്ക് മരം വീണു 3 കാറുകൾക്ക് നാശനഷ്ടം. ആൽത്തറ സെന്ററിലെ സ്വകാര്യ ഷോപ്പിംഗ് കോംപ്ലക്സിന് പുറകുവശത്ത് പാർക്കിംഗിൽ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലാണ് മഴയിൽ മരം കടപുഴകി വീണത്. സമീപത്തെ SBI ബാങ്കിലെ ജീവനക്കാരുടെ വാഹനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബാങ്ക് മാനേജർ KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് മാനേജർ T ശ്രീരാജ്, ജിതിൻ രാജ് എന്നിവരുടെ കാറുകൾക്കാണ് കേടുപാടുകൾ പറ്റിയത്. മരം മുറിച്ചുമാറ്റി വാഹനങ്ങൾ നീക്കി. ഈ സമയത്ത് ഇവിടെ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ ഓർമ്മയ്ക്കായി കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ നൽകുന്ന 5ാമത് സാന്ത്വന സ്പർശം അവാർഡിന് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഫാദർ ഡേവിസ് ചിറമേൽ അർഹനായി. സാമൂഹ്യ പ്രതിബദ്ധതയോടെ അദ്ദേഹം സമൂഹത്തിൽ നടത്തുന്ന ഇടപെടലുകളും പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് അവാർഡ്. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കുന്നംകുളം അയ്യമ്പറമ്പ് ബദേൽ ിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സമ്മാനിക്കും. ഗതാഗത മന്ത്രി CP ജോൺ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, AC മൊയ്തീൻ MLA, മറിയം ഉമ്മൻ, ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ സംബന്ധിക്കും. അപൂർവ കുളവെട്ടിമരങ്ങളുടെ വനം ഇനി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലും. പന്നിശ്ശേരി ഉജാല സഹ്യാദ്രിയിൽ ഒരുക്കുന്ന കുളവെട്ടിത്തോട്ടത്തിൽ തൈനടിയിലും ജീവ ജീനിയസ് പുരസ്കാര സമർപ്പണവും നടന്നു. പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന സാജു മാത്യു മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ജീവ ജീനിയസ് പുരസ്കാര സമർപ്പണത്തിന്റെ ഭാഗമായാണ് കുളവെട്ടി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. പുരസ്കാരത്തിന് അർഹനായ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ VU രാധാകൃഷ്ണൻ മാസ്റ്ററുടെ താൽപര്യപ്രകാരമാണ് കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ ജലസംഭരണ ശേഷിയുള്ളതും അപൂർവവുമായ കുളവെട്ടി മരങ്ങളുടെ വനം നിർമ്മിക്കാൻ പഞ്ചായത്ത് ഭരണാധികാരികളും സാജു മാത്യു മാസ്റ്റർ ട്രസ്റ്റും മുന്നോട്ട് വന്നത്. VU രാധാകൃഷ്ണൻ മാസ്റ്റർ തനിക്ക് ലഭിച്ച പുരസ്കാരത്തുക ഈ ഉദ്യമത്തിനായി സംഭാവന ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു. പന്നിശ്ശേരിയിലെ ഉജാല സഹ്യാദ്രിയുടെ ആരാമത്തിൽ കുളവെട്ടിവനം സജ്ജമാക്കുന്ന പദ്ധതിയുടെ 1ാം ഘട്ടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് M പത്മിനി ടീച്ചർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ, പഞ്ചായത്ത് അംഗങ്ങളായ വിനു ജോൺസൺ, സാഫിർ ആസീസ്, ട്രസ്റ്റ് ഭാരവാഹികളായ AD ആൻഡു, മേജർ PJ സ്റ്റൈജു, സിമി മേരി സാജു, ഹയർ സെക്കൻഡറി വിഭാഗം മുൻ ജോയിന്റ് ഡയറക്ടർ KH സാജൻ, രാമകൃഷ്ണൻ അയ്യർ, MR രാഹുൽ, ലിനറ്റ് K കൊച്ചു, CM ഷീന, V സജീഷ് ചന്ദ്രൻ, ഷെജി ജോസ് എന്നിവർ സംസാരിച്ചു. അയൽക്കൂട്ടങ്ങളുടെ പിന്തുണയോടെ പദ്ധതി പഞ്ചായത്ത് മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അറിയിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ PV ആൻഡോയാണ് പദ്ധതിയുടെ സാങ്കേതിക ഉപദേഷ്ടാവ്. പ്രത്യേക സംരക്ഷണ കേന്ദ്ര പദവിയുള്ള വൃക്ഷമാണ് കുളവെട്ടിമരം. ലോകത്തിൽ ആകെ 300 മരങ്ങളാണുള്ളത്. അതിൽ പകുതിയിലേറെയും കുന്നംകുളം കലശമലയിലാണ്. പോർക്കുളം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. കൃഷിഭവനിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മെമ്പർമാരായ തമ്പി K ജോബ്, രേഖ ജയരാമൻ, പ്രവീൺ കുമാർ, KK രതീഷ്, പഞ്ചായത്ത് സെക്രട്ടറി മൈമുനത്ത്, കൃഷി ഓഫീസർ സുഷ്ന എന്നിവർ സംസാരിച്ചു. കാർഷിക ഉൽപാദന ഉപാധികളുടെ വിൽപ്പനയും പ്രദർശനവും, സൗജന്യ പച്ചക്കറി വിത്ത് വിതരണവും, ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകളുടെ വിതരണവും നടന്നു. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ADC അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. വ്യത്യസ്തങ്ങളായ നമ്മുടെ കാർഷിക രീതികൾ വളർത്തിക്കൊണ്ടുവരാൻ ബന്ധപ്പെട്ടവർ പ്രതിജ്ഞാബദ്ധരാകണമെന്ന് NK അക്ബർ MLA പറഞ്ഞു. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിൽ പ്രധാനപ്പെട്ട കൃഷിക്ക് പറഞ്ഞല്ലോ, വേനൽക്കാലത്ത് ചെയ്യേണ്ടത്, മഴക്കാലത്ത് ചെയ്യേണ്ടത്, ഇടവിള കൃഷികൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നമ്മുടെ കാർഷിക രീതികൾ വളർത്തുന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള ഒരു അവസരമായി, ഒരു വേദിയായി നമ്മൾ ഇതിനെ കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പൊന്നിയൂർകുളം സർവീസ് സഹകരണ ബാങ്ക് KG കരുണാകര മേനോൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കാർഷിക സഭയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ അധ്യക്ഷത വഹിച്ചു. കർഷക സെമിനാർ ഉദ്ഘാടനം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു നിർവഹിച്ചു. ചാവക്കാട് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഓഫീസർ സബീന പരീദ് പദ്ധതി വിശദീകരണം നടത്തി. SFA ശ്രീജേഷ് നാഥ് വിശദീകരണവും
പി ഗോപാലൻ മോഡറേറ്ററുമായി. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.പി. ധർമ്മൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എച്ച്. ആബിദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ്, ബ്ലോക്ക് മെമ്പർമാരായ അബൂബക്കർ കുന്നംകട്ടയിൽ, വി. അപ്പു മാസ്റ്റർ തുടങ്ങി വാർഡ് മെമ്പർമാരും കൃഷിഭവൻ ജീവനക്കാരും കർഷകരും പങ്കെടുത്തു. കൃഷി ഓഫീസർ നയിമ നൌഷാദ് അലി സ്വാഗതവും സഹകരണ ബാങ്ക് സെക്രട്ടറി എ.കെ. സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. കാർഷിക വിപണന സ്റ്റാളുകളിൽ നാട്ടിലെ കർഷകരുടെ നേതൃത്വത്തിൽ വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങാനുമുള്ള അവസരവുമുണ്ടായിരുന്നു. CPIM-ന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെ നേതാവായിരുന്ന എ. പത്മനാഭന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം മുതിർന്ന CPIM നേതാവ് ബേബി ജോണിന്. പത്മനാഭൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ജൂലൈ 10-ന് വിതരണം ചെയ്യും. 25,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂലൈ 10-ന് വടക്കാഞ്ചേരിയിൽ നടക്കുന്ന ചടങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പുരസ്കാരം ബേബി ജോൺ മാസ്റ്റർക്ക് സമ്മാനിക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സെക്രട്ടറിയുമായിരുന്നു ബേബി ജോൺ. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി നൈസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ബിനോയ് അധ്യക്ഷനായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി M.K. പോൾസൺ, കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് K.P. സാക്സൺ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ജിനീഷ് തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഗിൽബർട്ട് എസ് പാറമേൽ പ്രസിഡന്റ്, TV വിനീത് സെക്രട്ടറി, ഷെജിൻ സി ചുങ്കത്ത് ട്രഷറർ, സെബു CP വൈസ് പ്രസിഡന്റ്, ജിജു ജോബ്സൺ ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. നടുറോഡിൽ വടിവാൾ വീശി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച 2 പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പേരകം പണിക്കവീട്ടിൽ ഫിറോസ്, ഒരുമനിയൂർ വട്ടപ്പറമ്പിൽ ബിജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മമ്മിയൂരിലാണ് സംഭവം. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. വടിവാളുമായി നടുറോഡിൽ ഏറെ നേരം ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. ഇവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ രാത്രികാല പട്രോളിംഗിന്റെ ഭാഗമായി ഓട്ടോയിൽ സഞ്ചരിച്ച് മദ്യവിൽപ്പന നടത്തുന്ന യുവാവിനെ ഓട്ടോ സഹിതം പിടികൂടി. ചിറക്കാക്കോട്, കട്ടിലപ്പൂവം, പുല്ലംകണ്ടം, കുണ്ടുകാട് ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പട്രോളിംഗിലാണ് മാടക്കത്തറ ചെന്നിക്കര സ്വദേശി കൊല്ലംപറമ്പിൽ വീട്ടിൽ വിഷ്ണുവിനെ തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. സ്പെഷ്യൽ സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിലപ്പൂവം സെന്ററിലെ സഞ്ചരിക്കുന്ന ആബ്കാരി എന്നറിയപ്പെടുന്ന വിഷ്ണു പിടിയിലാവുന്നത്. ചെന്നിക്കരയിൽ നിന്നും KL8 BN 860 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ബജാജ് ഓട്ടോറിക്ഷയിലിരുന്ന് മദ്യവിൽപ്പന നടത്തുന്നതിനിടയിലാണ് ഇയാൾ അറസ്റ്റിലായത്. പ്രതിയിൽ നിന്നും 6 കുപ്പി മദ്യവും മദ്യം വിൽപ്പന നടത്തി ലഭിച്ച 1500 രൂപയും ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു. പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായും ക്ലീനറായും ജോലി ചെയ്തിരുന്ന പ്രതി സ്വകാര്യ ബസ് വ്യവസായം പ്രതിസന്ധിയിലായതോടെയാണ് കൂടുതൽ തുക കണ്ടെത്താൻ മദ്യവിൽപ്പന ആരംഭിച്ചത്. ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങിയതോടെ രാത്രി നടക്കുന്ന കളികൾ കാണുന്നവർക്ക് ആവശ്യാനുസരണം ഓട്ടോയിൽ മദ്യമെത്തിച്ച് നൽകുന്നതായിരുന്നു ഇയാളുടെ രീതി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ TK കണ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, K ലത്തീഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CJ റിജോ, ജെറിൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ K അമിത എന്നിവരുമുണ്ടായിരുന്നു. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷ ഇടിച്ച് ബൈക്ക് യാത്രികന്റെ കാൽവിരൽ അറ്റു. പാവർട്ടി വെൺമേനാട് സ്വദേശി അത്താണിക്കൽ നിതിന്റെ വലതുകാലിലെ ചെറുവിരലാണ് അറ്റത്. മാവിൻചുവട് ലയൺസ് ക്ലബിന് സമീപം രാവിലെ 8ഓടെയായിരുന്നു അപകടം. ആക്സ് പ്രവർത്തകർ സംഭവ സ്ഥലത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും വിരൽ കണ്ടെത്താനായില്ല. തുടർന്ന് നിതിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം ആക്സ് പ്രവർത്തകർ വീണ്ടും സംഭവ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തി. വിരൽ കണ്ടെത്തുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ അറ്റ വിരൽ തുന്നിച്ചേർക്കാനായില്ല. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് NK അക്ബർ MLA പുരസ്കാരങ്ങൾ നൽകി.
ഗുരുവായൂർ നഗരസഭ ടൗൺഹാളിൽ നടന്ന പ്രതിഭാ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺമാരായ സുനിത അരവിന്ദൻ, AH അക്ബർ, ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, TT ശിവദാസൻ, PK രാജേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് പുറമെ 100% വിജയം കൈവരിച്ച സ്കൂളുകൾക്കും പ്രത്യേകം പുരസ്കാരങ്ങൾ നൽകി. കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരുന്നു. ഷാഹുൽ K പഴുന്നാന ക്ലാസ് എടുത്തു. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് അനുമോദനവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. വായനശാല ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ജിനി, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ശിവരാമൻ, അനീഷ് ആന്റണി, വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ, മറ്റു ഭാരവാഹികളായ P ബാലചന്ദ്രൻ, CJ ഫ്രാൻസിസ്, TL ജോസഫ് എന്നിവർ സംസാരിച്ചു. വായനശാലയുടെ പ്രവർത്തന പരിധിയിലുള്ള SSLC, +2 പരീക്ഷകളിലെ വിജയികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വായനശാല ബാലവേദി പ്രസിഡന്റും വായനശാലയെ പ്രതിനിധീകരിച്ച് വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹയായ EU കൃഷ്ണവേണിയെയും ചടങ്ങിൽ അനുമോദിച്ചു. യോഗത്തിൽ പങ്കെടുത്ത് തദ്ദേശ ജനപ്രതിനിധികളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനെ വീട്ടിലെത്തി ആദരിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ഗിൽബർട്ട് S പാർമേൽ അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി TV വിനീത്, ട്രഷറർ ഷെജിൻ C ചുങ്കത്ത്, ജോയിന്റ് സെക്രട്ടറി ജിജു ജോബ്സൺ, എക്സിക്യൂട്ടീവ് അംഗം ജെറി ആൽബർട്ട് എന്നിവർ സംസാരിച്ചു. ഒരേ ക്ലാസ് മുറിയിലിരുന്ന് പഠിച്ച ബാല്യകാല സുഹൃത്തുക്കളും പ്രിയ അധ്യാപകരും വർഷങ്ങൾക്കുശേഷം വീണ്ടും ഒരുമിക്കുന്ന അപൂർവ നിമിഷങ്ങൾക്ക് വേദിയാകാൻ ഒരുങ്ങി ചിറളയം HCCG UP സ്കൂൾ. ഗോൾഡൻ 89 HCC ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ സ്കൂൾ അങ്കണത്തിൽ നടക്കും. നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. മലയാള മിമിക്രി വേദികളിൽ ശ്രദ്ധേയ സാന്നിധ്യമായ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ഗിന്നസ് റെക്കോർഡ് ഉടമയുമായ കലാഭവൻ ബാദുഷയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംഗമത്തിന് പൂർവ്വ വിദ്യാർത്ഥി ഭാരവാഹികൾ നേതൃത്വം നൽകും. പ്രവാസ ജീവിതത്തിന്റെയും തൊഴിൽ തിരക്കുകളുടെയും ഇടയിൽ അകന്നുപോയ സൗഹൃദങ്ങളെ വീണ്ടും ചേർത്തുപിടിക്കാനും ഒരുമിച്ചു പഠിച്ച കൂട്ടുകാരെയും അധ്യാപകരെയും വർഷങ്ങൾക്കുശേഷം കണ്ടുമുട്ടി ബാല്യകാല ഓർമ്മകൾ പങ്കുവയ്ക്കാനുമുള്ള ഹൃദയസ്പർശിയായ വേദിയായിരിക്കും ഈ സംഗമമെന്ന് സംഘാടകർ അറിയിച്ചു. നടൻ ഗിന്നസ് പക്രുവും ഗായിക KS ചിത്ര എന്നിവർ സംഗമത്തിന് ആശംസകൾ അറിയിച്ചു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജൂലൈ 5-ാം തീയതി ഒത്തുചേരുന്ന ചിറളയം HCCG UP സ്കൂളിലെ ഗോൾഡൻ 89 HCC ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. ജൂലൈ 5-ാം തീയതി ഒത്തുചേരുന്ന ചിറളയം HCCG UP സ്കൂളിലെ ഗോൾഡൻ 89 HCC ഗ്രൂപ്പിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ പരിപാടികൾ ഗംഭീരമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി പ്രതിജ്ഞയെടുത്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അതിയാരത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്ധ്യ ഷിബു മുഖ്യാതിഥിയായി. ബാങ്ക് സെക്രട്ടറി ദിവ്യ ജയശങ്കർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡയറക്ടർമാരായ സ്മിത ഷാജി, KA അസീസ്, ഉമാദേവി, ലക്ഷ്മി ബനോക്കൽ എന്നിവർ സംസാരിച്ചു. ജീവനക്കാരായ ധന്യ മണികണ്ഠൻ, KC ലളിത, നവീൻ ബെന്നി, ബിലാൽ എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവല്ലൂർ യൂണിറ്റ് കൺവെൻഷനും പ്രതിഭകളെ ആദരിക്കലും പുതിയ അംഗങ്ങൾക്ക് അംഗത്വ വിതരണവും പെരുമ്പിലാവ് ആൽത്തറ LM UP സ്കൂളിൽ സംഘടനയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV മേജോ ബ്രൈറ്റ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഫിലിപ്പോസ് മറ്റത്തിൽ അധ്യക്ഷനായ യോഗത്തിൽ KSSPയുടെ 34ാം സംസ്ഥാന സമ്മേളനത്തിൽ കഥാമത്സരത്തിൽ സംസ്ഥാനതലത്തിൽ 2ാം സ്ഥാനം ലഭിച്ച CK സുലൈമാൻ, ചങ്ങമ്പുഴ കഥാപുരസ്കാരം നേടിയ PC തങ്ക ടീച്ചർ, മാപ്പിളപ്പാട്ട് കലാകാരൻ അബ്ദുൾ റഹീം മാസ്റ്റർ എന്നിവരെ ചൊവ്വന്നൂർ ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ KA ശക്തിധരൻ മാസ്റ്റർ മൊമന്റോ നൽകി ആദരിച്ചു. സംഘടനയിൽ പുതിയതായി ചേർന്ന 15 പേരെ ബ്ലോക്ക് രക്ഷാധികാരി ഉണ്ണികൃഷ്ണ പണിക്കർ അംഗത്വം നൽകി സ്വീകരിച്ചു.
ഒ മായൻ മാസ്റ്റർ, ഷാജി കെ ജോർജ്, എൻ നീലകണ്ഠൻ നമ്പീശൻ, കെ സി ഷൺമുഖൻ, ശ്രീമതി ടീച്ചർ, കെ ആർ തങ്കമ്മ, എ എം കറുപ്പുട്ടി എന്നിവർ സംസാരിച്ചു. രാജേശ്വരി ടി എം സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി സി കെ സുലൈമാൻ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,450 രൂപ, പവന് 1,07,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം കടവല്ലൂർ വട്ടമാവ് തലേക്കര പരേതനായ ചന്ദ്രൻ ഭാര്യ സത്യ നിര്യാതയായി 62 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. സജിത, സന്ധ്യ, സന്തോഷ് എന്നിവർ മക്കളാണ്. തയ്യൂർ അമ്പക്കാട്ട് കുഞ്ഞിക്കാവമ്മ നിര്യാതയായി 88 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച കുടുംബ ശ്മശാനത്തിൽ നടക്കും. പരേതനായ കൃഷ്ണ കൈമൾ ഭർത്താവും സുരേന്ദ്രൻ, ഗോപിനാഥൻ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ വടക്കൂട്ട് കോലാടി വീട്ടിൽ വർഗീസ് നിര്യാതനായി 72 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ലിനി ഭാര്യയും വിനീത, സുനിത എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ചൊവ്വന്നൂർ തേവർമടം ലൈനിൽ മുതിരമ്പറമ്പത്ത് വീട്ടിൽ പരേതനായ വിശ്വംഭരന്റെ ഭാര്യ വത്സല നിര്യാതയായി 54 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. വരുൺ, അരുൺ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊവ്വന്നൂരിൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച യുവാവിന്റെ അറസ്റ്റ്. കണ്ടെടുത്തത് ആയിരക്കണക്കിന് ചിത്രങ്ങൾ. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. $9 ലക്ഷത്തിലധികം രൂപ തട്ടിപ്പ് നടത്തിയ പ്രധാന പ്രതികളെ ഗോവയിൽ നിന്നും പിടികൂടി വിയ്യൂർ പോലീസ്. അറസ്റ്റിലായത് ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ സ്വദേശി സജു വർഗീസ്, കുന്നംകുളം കിഴൂർ സ്വദേശി നവീൻ സജു, വേലൂർ വെങ്ങിലശ്ശേരി സ്വദേശി നാരായണൻ നമ്പൂതിരി എന്നിവർ. സ്കൂൾ വിട്ട് സൈക്കിളിൽ വീട്ടിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിക്ക് നേരെ തെരുവ് നായയുടെ പരാക്രമം. സൈക്കിളിൽ നിന്നും വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക്. കടിക്കാട് ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഷീറിനാണ് കൈക്ക് പരിക്കേറ്റത്. അപൂർവ കുളവെട്ടി മരങ്ങളുടെ വനം ഇനി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലും. പന്നിശ്ശേരി ഉജാല സഹ്യതയിൽ ഒരുക്കുന്ന കുളവെട്ടിത്തോട്ടത്തിൽ തൈനടിയിലും ജീവ ജീനിയസ് പുരസ്കാര സമർപ്പണവും നടന്നു. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന മോഷണം. ഒരാൾ പിടിയിൽ. മലപ്പുറം കല്ലൂർമ തലേക്കര വീട്ടിൽ അഭിജിത്താണ് പിടിയിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.